നമുക്ക് ഗിറ്റാറിലെ നോട്ട്സുകൾ ഒന്ന് പരിചയപ്പെടാം. നോട്ടുകളെ പറ്റി പറയുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തെ ആദ്യത്തെ 7 അക്ഷരങ്ങളാണ് നോട്ടുകളായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അതായത് എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഈ 7 സ്വരങ്ങളാണ് അല്ലെങ്കിൽ 7 അക്ഷരങ്ങളാണ് നോട്ടുകളായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങിൽ 6th സ്ട്രിങ് ഓപ്പൺ, ഇത് ഇ ആണ്. 6th സ്ട്രിങ് ഓപ്പൺ ഇ. ആദ്യത്തെ ഫ്രെട്ടിലെ നോട്ട് എഫ്, അടുത്ത നോട്ട് എഫ് ഷാർപ്പ്, അടുത്ത നോട്ട് ജി. അതായത് എഫ് എന്ന് പറയുന്ന നോട്ടിനും ജി എന്ന് പറയുന്ന നോട്ടിനും ഇടയിൽ ഒരു നോട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന നോട്ടിനും ജി എന്ന് പറയുന്ന നോട്ടിനും ഇടയിൽ ഒരു നോട്ടുണ്ട്. അതിനെ എഫ് ഷാർപ്പ് എന്നാണ് വിളിക്കുന്നത്. അതായത് എഫിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ എഫ് ഷാർപ്പ്. ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഹാഫ് നോട്ട് റേസ് ചെയ്യുക, ഹാഫ് നോട്ട് റേസ് ചെയ്യുന്നു. എന്നാൽ ഹാഫ് നോട്ട് ലോവർ ചെയ്യുമ്പോൾ അതിനെ ഫ്ലാറ്റ് എന്നാണ് വിളിക്കുക. എന്ന് പറയുമ്പോൾ എഫിൽ നിന്നും അര നോട്ട് ഹാഫ് നോട്ട് റേസ് ചെയ്യുമ്പോൾ എഫ് ഷാർപ്പ്. അത് കഴിഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, അതാണ് ജി. ജിയെ ബേസ് ചെയ്താണ് പറയുമെങ്കിൽ ജിയിൽ നിന്നും നമ്മൾ ഹാഫ് നോട്ട് പുറകോട്ട് പോകുന്നു, അതിനെ ജി ഫ്ലാറ്റ് എന്ന് പറയും. അപ്പോൾ എഫ് ഷാർപ്പ് എന്ന് പറയുന്നതും ജി ഫ്ലാറ്റ് എന്ന് പറയുന്നതും ഒരു നോട്ടാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഫ് ഷാർപ്പ് എന്ന് പറയുന്നതും ജി ഫ്ലാറ്റ് എന്ന് പറയുന്നതും ഒരു നോട്ടാണ്. എഫിൽ നിന്നും അര നോട്ട് മുകളിലേക്ക് പോകുമ്പോൾ അതിനെ എഫ് ഷാർപ്പ് എന്നും, എഫ് ഷാർപ്പ് കഴിഞ്ഞ് അടുത്ത ഹാഫ് നോട്ട് ജിയിലേക്കും പോകും. ജിയിൽ നിന്ന് ഹാഫ് നോട്ട് പുറമോട്ടിറങ്ങുമ്പോൾ അതിനെ ജി ഫ്ലാറ്റ് എന്നാ പറയും. അങ്ങനെ ഈ നോട്ടുകളെല്ലാം നമുക്ക് എണ്ണാം. ശ്രദ്ധിച്ച് നോക്കിയോളൂ. ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്. പിന്നെ വരുന്ന 5th സ്ട്രിങ് ആണ് എ ഷാർപ്പ്, ബി, സി, സി ഷാർപ്പ്. അടുത്തത് ഓപ്പൺ ഡി, ഡി ഷാർപ്പ്, ഇ, എഫ്, എഫ് ഷാർപ്പ്. അടുത്തത് ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി. സെക്കൻഡ് സ്ട്രിങ് ഓപ്പണും ബി തന്നെയാണ്. അടുത്തത് സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്. അടുത്ത നോട്ട് ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇ എന്ന് പറയുന്ന നോട്ടിനും ബി എന്ന് പറയുന്ന നോട്ടിനും ഷാർപ്പ് നമ്മൾ പറഞ്ഞില്ല. അതായത് ബി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് സിയിലേക്ക് പോകുന്നു, ഇ കഴിഞ്ഞാൽ നേരെ എഫിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇ കഴിഞ്ഞാൽ അടുത്ത നോട്ട് എഫ് ആണ്, ബി കഴിഞ്ഞാൽ അടുത്ത നോട്ട് സി ആണ്. അപ്പോൾ നോട്ട് പറയുമ്പോൾ എയിലാണ് തുടങ്ങുന്നതെങ്കിൽ എ ഷാർപ്പ്, ബി, പിന്നെ അടുത്ത നോട്ട് സി ആണ്. സി കഴിഞ്ഞാൽ അടുത്തത് ഡി, ഡി ഷാർപ്പ്, ഇ. ഇ കഴിഞ്ഞാലും ഷാർപ്പ് നമ്മൾ പറയാറില്ല. ഇ കഴിഞ്ഞാൽ അടുത്ത നോട്ട് എഫ് ആണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബിക്കും ഇക്കും നമ്മൾ ഷാർപ്പ് നോട്ട് പറയാറില്ല. അതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ആ നോട്ടുകൾ അങ്ങനെയാണ് എണ്ണുന്നത്: എ ഷാർപ്പ്, ബി, സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഫ്രെട്ടിലും ഓരോ നോട്ട് വെച്ചാണ് എണ്ണേണ്ടത്. ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി, സി ഷാർപ്പ്. അപ്പം ഇങ്ങനെ ആ നോട്ടുകൾ നിങ്ങൾ എണ്ണണം. നിങ്ങൾ എണ്ണി ആ നോട്ടുകളെല്ലാം ഹൃദയസ്ഥമാക്കി പഠിക്കാനുണ്ട്. തിരിച്ചും അതുപോലെ തന്നെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ട്രിങ് എക്സർസൈസ് കം ഫിംഗർ എക്സർസൈസ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഈ 4 ഫ്രെട്ടിലെ നോട്ടുകൾ കൂടെ ഇതുപോലെ ഹൃദയസ്ഥമാക്കേണ്ടതാണ്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് ഉടനെ തന്നെ കിടക്കാം.